Hi everyone. In this section, we will deal about software process and the software process model. Already software process എന്താന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു software methodology ആണ് which is a set of related activities that leads to a production of a software. ഒരു software produce ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സംബന്ധമായ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രൊസീജിയർ ആയിട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് we can call it as a software process. The activities may involve the development of a software from the scratch or modifying an existing system. ഓൾറെഡി ഉള്ളൊരു സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യാൻ മാത്രമല്ല പുതിയതായ ഒരു സിസ്റ്റം ആദ്യം തൊട്ടേ ഫ്രം ദ ബേസ് ലെവൽ ഉണ്ടാക്കാനും കൂടിയാണ്. അപ്പോൾ അതിനെയാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുക. സം പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇസ് ബീങ് ഹാൻഡിൽഡ് ഔട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സോഫ്റ്റ്വെയർ, ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ. അതിലെല്ലാ കാര്യങ്ങളും വരും ഫ്രം ദ അനാലിസിസ് ഫേസ്. ആദ്യം തുടങ്ങുന്ന തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഡെലിവറി ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് വരെയുള്ള ആ ഫുൾ ആൻഡ് ഫുൾ പ്രൊസീജിയറിനെയാണ് we call it as a software process. Any software process which it should include some 4 activities, and these are the activities that is software specification, software design and implementation, software verification and validation, and software evolution. സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ആസ് എ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാദർ ചെയ്യാനാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, ഒരു സോഫ്റ്റ്വെയറിന് എന്തൊക്കെയാണ് വേണ്ടത്, അതിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സും അതിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ലിമിറ്റേഷൻസും കൺസ്ട്രെയിൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഈ ഒരു സ്പെസിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് യു ഹാവ് ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രോഗ്രാമിംഗ് ലെവൽ എന്താണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ പറയുന്നത്. ദെൻ യു ഹാവ് സോഫ്റ്റ്വെയർ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നത്, കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് കസ്റ്റമർ സ്പെസിഫൈ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ഈ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത്. ദ ലാസ്റ്റ് പോയിന്റ് യു ഹാവ് ഇസ് എ സോഫ്റ്റ്വെയർ എവല്യൂഷൻ. അതായത് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന മെയിൻ്റെനൻസും ദെൻ കസ്റ്റമർ പറയുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ദെൻ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന റിക്വയർമെൻറ്റിൻ്റെ ചേഞ്ചസ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു എവല്യൂഷന് പറയാനുള്ളത്. സോ ദീസ് ആർ ദ 4 പോയിന്റ്സ് ദാറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് ഡ്യൂറിങ് എ സോഫ്റ്റ്വെയർ പ്രോസസ്. നെക്സ്റ്റ് വി ക്യാൻ ഹാവ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ്. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് ഒരു സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോസസ്സാണ്. ഒരു കുറേ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എല്ലാം കൂടി ഒരു മോഡലിൽ സംഭവിക്കുന്നു എന്നല്ല ഇതിൻ്റെ രീതി. ഓരോ മോഡലും ഓരോ പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഈച്ച് മോഡൽ റെപ്രസെൻറ്റ്സ് എ പ്രോസസ് ഫ്രം എ സ്പെസിഫിക് പെർസ്പെക്റ്റീവ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ദാറ്റ് ഇസ് എ SDLC മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ മോഡൽ എന്ന് പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ഡിസ്ക്രൈബും ചെയ്യും. അതേപോലത്തെ എന്തൊക്കെ പ്രോജക്ട്സ് ആണ് നമുക്കെല്ലാം അതിൽ നിന്ന് റെഫർ ചെയ്യാം. ആ ഒരു മോഡൽ എന്ന് പറയുന്നത് ആസ് എ റെഫറൻസ് മോഡലാണ്. അതിൽ ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് നമ്മളെല്ലാം ടിൽ ഡേറ്റുള്ള എല്ലാ പ്രോജക്ട്സും ആ ഒരു SDLC ലൈഫ് സൈക്കിൾ റെഫർ ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇത്രയും നമ്പർ ഓഫ് സ്റ്റെപ്സും ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രോസസ്സ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി അതർ സെവറൽ മോഡൽസും എല്ലാ അതർ ടാസ്കും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. സോ വി വിൽ കം across software development life cycle in the next video.